സെപ്റ്റംബർ 5-ന് CJP പ്രഖ്യാപിച്ച പ്രക്ഷോഭം നേരിടാനുള്ള തയ്യാറെടുപ്പിൽ ഡൽഹി പോലീസ് ഇന്ത്യ ഗേറ്റിൽ പ്രതിഷേധക്കാർ പ്രവേശിക്കില്ലെന്ന് ഉറപ്പാക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. സമരവേദി മാറ്റാൻ പോലീസ് CJPയോട് ആവശ്യപ്പെടും. സമരവേദിയായ രാംലീല മൈതാനമടക്കം പരിഗണിക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി ER രാകേഷാണ് ചേരുന്നത്. രാകേഷ്, മറ്റൊരു വലിയ സമരത്തെ ചെറുക്കാനുള്ള ആദ്യ പടിയായി വേണമോ ഇതിനെ കാണാൻ? എന്താണ് വിശദാംശങ്ങൾ? അതെ ശ്യാമിലി, കാരണം രണ്ടാം ഘട്ട സമര പരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് CJP. കാരണം നേരത്തെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യം മാത്രമേ നടന്നിട്ടുള്ളൂ. ഒപ്പം പല വാഗ്ദാനങ്ങളും CJP നേതാക്കൾക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാർ നടത്തിയിരുന്നു. ജിതേന്ദ്ര സിംഗും JP നഡ്ഡയുമാണ് അന്ന് വാർത്താ സമ്മേളനത്തിൽ പല കാര്യങ്ങളും പ്രഖ്യാപിച്ചത്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാക്കിയില്ല എന്ന് CJP കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കേസുകളുടെ FIRന്റെ വിവരങ്ങൾ എഴുതി നൽകണമെന്ന് സുപ്രീം കോടതി പോലും ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറായില്ല. അങ്ങനെ പല കാരണങ്ങൾ CJP നിരത്തുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഏതായാലും ഡൽഹി പോലീസ് നടപടികൾ കടുപ്പിക്കുകയാണ്. കാരണം നേരത്തെ ആ സമരത്തിന്റെ ഗൗരവം കുറച്ചു കാണുകയും അത് പിന്നീട് വലിയ പ്രക്ഷോഭമായി മാറിയതും പോലീസിനുണ്ടായ വീഴ്ചയൊക്കെ തന്നെ കണ്ടതാണ് കഴിഞ്ഞ കാലങ്ങളിൽ. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടൊരു നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടപടികളൊക്കെ അതിന്റെ യോഗമൊക്കെ തന്നെ ഇപ്പോൾ ഡൽഹി പോലീസ് ചേർന്നിരിക്കുകയാണ്. മാത്രവുമല്ല, ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ ഗേറ്റിലേക്ക് സമരക്കാരെ പ്രവേശിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഡൽഹി ഇന്ത്യ ഗേറ്റിൽ സമരങ്ങൾ പതിവില്ല. അപ്പോൾ ഡൽഹി പോലീസും ഇപ്പോൾ അത് ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഇടങ്ങളിൽ സമരം നടത്തണമെന്ന ആവശ്യം അവരോട് മുന്നോട്ട് വയ്ക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.